ഒന്നാം ഘട്ടത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായി അറിയിക്കുന്നു. 8 കോടി രൂപയാണ് ഇതിനു വേണ്ടി ചെലവഴിച്ചത്. 43 കടമുറികളോടുകൂടിയ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനമാണ് നടന്നു കഴിഞ്ഞത്. നമ്മുടെ ഈ ജില്ലയിലെ 4 പ്രധാന റോഡുകളെ ബന്ധിപ്പിക്കുന്ന കേന്ദ്രമായ കൊടയഞ്ചാൽ ഇത്തരത്തിലൊരു പദ്ധതി പൂർത്തിയാകുമ്പോൾ ഇവിടുത്തെ വികസനത്തിനും സമീപ പ്രദേശങ്ങളിലേക്കുള്ള ഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വലിയ തോതിൽ ഉപകാരപ്പെടുമെന്നതാണ് കാണേണ്ടത്. 2019 ഈ പദ്ധതിയുടെ തുടക്കം. കോവിഡടക്കമുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടായി. അതിനെല്ലാം അതിജീവിച്ച് ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ബസ് സ്റ്റാൻഡിൻ്റെ ഒന്നാം ഘട്ട പണിയാണ് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയുന്നത്. പഞ്ചായത്തിൻ്റെ വരുമാനം വർദ്ധിക്കുന്നതിനും ഇതിടയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ വികസനം എല്ലാ പ്രദേശങ്ങളിലും എല്ലാവരിലും എത്തുക എന്നതാണ് നാം ലക്ഷ്യമിടുന്നത്. എല്ലാ പ്രദേശങ്ങളും വികസനത്തിൻ്റെ സ്പർശമേൽക്കണം. അതേപോലെ തന്നെ എല്ലാവരും വികസനത്തിൻ്റെ സ്വാദനുഭവിക്കണം. അതാണ് സർവതല സ്പർശിയായ സാമൂഹ്യനിരധിഷ്ഠിതമായ വികസനം എന്നതാണ് നാം നേരത്തെ കണ്ടിട്ടുള്ളത്. ഇവിടെ അത് ഉതകുന്ന പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്തുടനീളം നടക്കുന്നത്. ആ പ്രവർത്തനങ്ങളിൽ നല്ലൊരു ഭാഗം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കുന്നതാണ്. വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്നു. കൂടോത്ത് ഗവൺമെന്റ് ITIക്കായി 6 കോടി രൂപയുടെ കെട്ടിടം നിർമ്മിച്ചത്. കൊടയഞ്ചാൽ പരപ്പ വെള്ളരിക്കുണ്ട് റോഡ് 23 കോടി രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ചത്. ഇതൊക്കെ എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അതുപോലെ തന്നെ കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി 5 കോടി രൂപ ചെലവിട്ട് പുതിയ തൂങ്ങൽ റോഡിന്റെ നിർമ്മാണം നടക്കുകയും തട്ടുമ്പൽ മിനി സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിന് 1.5 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വിവിധ പദ്ധതികൾ എല്ലാ ഭാഗങ്ങളിലും ഏറ്റെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പൊതുവിദ്യാലയങ്ങൾ നല്ല മികവിലേക്ക് ഉയർത്തിയെടുക്കാൻ നമുക്കായി. നേരത്തെ പൊതുവിദ്യാഭ്യാസ രംഗം തന്നെ തകർന്നു പോകുമോ എന്ന ആശങ്ക എല്ലാവരിലും 2016 ഉണ്ടായിരുന്നു. 2016 അധികാരത്തിൽ വന്ന LDF സർക്കാരാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന
മിഷൻ പ്രത്യേകമായി പൊതുവിദ്യാഭ്യാസ രംഗത്തെ മെച്ചപ്പെടുത്തുന്നതിനായി രൂപീകരിച്ചു. നല്ല പരമ്പര ഉണ്ടാക്കാൻ കഴിഞ്ഞു, നല്ല മാറ്റമുണ്ടായി. ഇന്ന് ഇന്ത്യ രാജ്യത്ത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്തെ ശ്രദ്ധിക്കപ്പെടുന്ന സംസ്ഥാനമായി കേരളം മാറി. നീതി ആയോഗം മറ്റു ഏർപ്പെടുത്തുന്ന മികവിൽ ഒന്നാം നില തന്നെ കേരളത്തിന് തീർച്ചയായും സമ്പാദിക്കാൻ കഴിയും. അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യരംഗം അടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങിയതാണ്. എന്നാൽ അത് പരിഹരിക്കുന്നതിനും ആരോഗ്യരംഗം മെച്ചപ്പെടുത്തുന്നതിനുമാണ് ആർദ്രം എന്ന പേരിൽ ഒരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. വലിയ മാറ്റം അതിൻ്റെ ഭാഗമായി ഉണ്ടായി. രാജ്യവും ലോകവും അത്ഭുതാകരങ്ങളോടെ കേരളത്തെ നോക്കിക്കാണുന്ന അവസ്ഥയുണ്ട്. കോവിഡ് മഹാമാരി വന്നപ്പോൾ വലിയ സമ്പൽസമൃദ്ധ രാഷ്ട്രങ്ങൾ പോലും അതിനു മുന്നിൽ മുട്ടുകുത്തിക്കുന്നു. പക്ഷേ കോവിഡിന്റെ മൂർധന്യദശയിൽ പോലും നമ്മുടെ നാട് കേരളം ഒരുക്കിയ ആരോഗ്യരംഗത്തെ സൗകര്യങ്ങൾ അടച്ചു വെക്കാൻ കോവിഡിനായില്ല. അപ്പോഴും നാം ഒരുക്കിയ സൗകര്യങ്ങൾ തന്നെ മുന്നിട്ട് നിന്നു. രാജ്യം മാത്രമല്ല, ലോകം തന്നെ കേരളത്തെ നോക്കി ആശ്രയിച്ചു. നമ്മുടെ സംസ്ഥാനത്തുള്ള പാവപ്പെട്ടവര് ഒരു വീട് സ്വപ്നം കണ്ട് ആ സ്വപ്നത്തോടെ മണ്ണടിഞ്ഞു പോകുന്ന ഒട്ടേറെ ആളുകൾ അവരുടെ കാര്യത്തിൽ വീട് നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. അതിനാണ് ലൈഫ് മിഷൻ പ്രവർത്തനം ആരംഭിച്ചത്. ഇപ്പോ 4.5 ലക്ഷത്തിലധികം വീടുകൾ പൂർത്തിയാക്കാനായി. ബാക്കി പൂർത്തിയാക്കേണ്ട വീടുകളുടെ നിർമ്മാണം ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല രീതിയിൽ വീട് പൂർത്തീകരിച്ച പഞ്ചായത്താണ് കോടമ്പൂർ പഞ്ചായത്ത് എന്നത് നേരത്തെ സ്വാഗതഭാഷണത്തിന് പ്രസിഡന്റ് ചൂണ്ടിക്കാണിക്കുകയാണ്. നാം ലോകത്തിനു മുന്നിൽ വീണ്ടും അത്ഭുതം കാണിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഇനി 4 ആഴ്ചയാകുമ്പോൾ നവംബർ 1 ആകും. നവംബർ 1 ലോക ഭൂപടത്തിൽ കേരളം ഒരു പ്രത്യേക സ്ഥാനം അലങ്കരിക്കും. ലോകത്ത് അത്യപൂർവ രാഷ്ട്രങ്ങൾ മാത്രമാണ് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തിട്ടുള്ളത്. നമ്മുടെ രാജ്യത്ത് എവിടെയുമില്ല. ലോകത്ത് തന്നെ വലിയ സമൃദ്ധ രാഷ്ട്രങ്ങൾ പോലും അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തവരല്ല പലതും. അവിടെയാണ് നാം കേരളം നവംബർ 1 അതിദാരിദ്ര്യമുക്തമാക്കി പ്രഖ്യാപിക്കാൻ പോകുന്നു.
ഈ കാര്യത്തിലും ഓടവും വീടും ഇതിനകം തന്നെ ഐദാര്യമുക്തം ആയിക്കഴിഞ്ഞു. കാസർഗോഡ് ജില്ല തന്നെ പൊതുവിലാഖ്യാതിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ വികസന പദ്ധതികൾ ഒരു ഭാഗത്ത്, ക്ഷേമ പദ്ധതികൾ മറുഭാഗത്ത്. 2016 കേരളത്തിലെ ക്ഷേമ പെൻഷൻ കടലാസിന് 600 രൂപയായിരുന്നു. എന്നാൽ 1.5 വർഷമായിട്ട് കയ്യിൽ കിട്ടാത്തവരായിരുന്നു. 2016 ചന്ദ്രശേഖരൻ അടക്കമുള്ള മന്ത്രിസഭ ആദ്യം ചർച്ച ചെയ്ത ഈ വിഷയമായിരുന്നു. എല്ലാ കുടിശ്ശികയും കൊടുത്തു തീർക്കാൻ തീരുമാനിച്ചു. മുഴുവൻ കുടിശ്ശികയും തീർന്നു. പിന്നെ മെല്ലെ വർധനവിലേക്ക് വന്നു. 600 നിന്ന് 1600, 60 ലക്ഷത്തിൽ പരം ആളുകൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് നൽകി വരികയും ഇത്തരത്തിൽ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നിർവഹിക്കാൻ കഴിഞ്ഞു. ഒരുപാട് തടസ്സങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നു. ദുരന്തം, മഹാമാരി, നാം വലിയ തോതിൽ സഹായം അർഹിക്കുന്ന ഘട്ടത്തിലേക്ക്. പക്ഷേ സഹായിക്കാൻ ബാധ്യപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് ഒരു സഹായവും ചെയ്തില്ല. നിർഭാഗ്യകരമായ ഒരവസ്ഥയായിരുന്നു. ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായ മറ്റ് സഹകരണം കേന്ദ്ര ഗവൺമെന്റിന് ഉണ്ടായില്ല. സഹകരിച്ചില്ല എന്ന് മാത്രമല്ല, എങ്ങനെയെല്ലാം മുടക്കാൻ കഴിയും അതിനാണ് നോക്കിയത്. അതിൻ്റെ ഭാഗമായി അർഹതപ്പെട്ടത് നിഷേധിച്ചു. വായ്പ എടുക്കാനുള്ള അനുമതി നൽകുമ്പോൾ അർഹതപ്പെട്ട വായ്പ അനുവദിക്കാതിരുന്നു. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കൂടി നടപ്പാക്കുന്ന പദ്ധതികൾ അതിൽ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട കേന്ദ്ര വിഹിതം നൽകാതിരുന്നു. ഇപ്പോ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം തകരട്ടെ എന്ന മനോഭാവം പ്രകടിപ്പിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നീക്കിയത്. പക്ഷേ നമുക്ക് അതിജീവിച്ചേ മതിയാകുമായിരുന്നു. നാം ഇതെല്ലാം പ്രതിസന്ധികളാണെങ്കിലും ആ പ്രതിസന്ധികളുടെ മുന്നിൽ തകർന്നു വീടുപോയില്ല. അതിന് കാരണം കേരളം ഒറ്റക്കെട്ടായി ജനങ്ങൾ ഐക്യത്തോടെയും ഒരുമയോടെയും ഇതെല്ലാം അതിജീവിക്കുന്നതിന് വേണ്ടി അണിനിരന്നു എന്നതാണ്. അതിൻ്റെ ഭാഗമായി നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. ഇതിനിടയായിട്ട് നമ്മുടെ ആഭ്യന്തര വിഭവം വർദ്ധിച്ചതാണ്. നാം കാണേണ്ടത് കേരളത്തിൽ 1 രൂപ ചെലവിടുമ്പോൾ 80 പൈസയിലധികം സംസ്ഥാന സർക്കാരിന്റെ പണമാണ്. 20 പൈസയിൽ താഴെയാണ് കേന്ദ്ര ഗവൺമെന്റ് പൈസ. കേരളത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് വിഹിതം 75 പൈസയിലധികമാണ്. ഇതാണ്
കാണിക്കുന്ന വിവേചനം എന്നത് നാം കാണുന്നു. ഏതായാലും അതുകൊണ്ടൊന്നും നാം പുറകോട്ട് പോയില്ല. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. നാം പുനരാരംഭിച്ച കിഫ്ബിയിലൂടെ 90,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഏറ്റെടുക്കുന്നത്. ഇങ്ങനെ നമ്മുടെ നാടിൻ്റെ മുന്നോട്ട് പോകുന്നു. നവകേരള സൃഷ്ടി. നവകേരളം എന്ന് പറയുമ്പോൾ ആധുനിക ലോകത്ത് വികസിത രാഷ്ട്രങ്ങളിൽ മധ്യവരുമാന രാഷ്ട്രങ്ങളുണ്ട്. അവയുടെ ജീവിത നിലവാര തോതിലേക്ക് കേരളത്തിൻ്റെ ജീവിത നിലവാരം ഉയർത്തുക, അതാണ് നാം ലക്ഷ്യപ്പെടുന്നത്. ആ കാര്യത്തിൽ ഇനിയും തുടർന്നും എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളെ കടക്കാതെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സ്നേഹാഭിവാദം.